നിന്നും വീണ്ടും പിറവത്തേക്കെത്തി കോട്ടയം റോഡിലൂടെ സഞ്ചരിച്ചാൽ വഴിയിൽ തന്നെ ഒരു ഗംഭീര കവാടം കാണാനാ ക്ഷേത്രമാണ്. മുളക്കുളത്തെ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന് മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രവുമായി വളരെയധികം ബന്ധമുണ്ട്. പണ്ടുകാലത്ത് പറവൂർ രാജാക്കന്മാരും പാഴൂർ ഇല്ലക്കാരും തമ്മിൽ എന്തോ ചില അസ്വാരസ്യത്തിന് ഇടയായത്രേ. രാജാവിന്റെ ശത്രുതയ്ക്ക് പാത്രീഭവിച്ച പാഴൂർ ഇല്ലക്കാർക്ക് തങ്ങളുടെ ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോരേണ്ടി വന്നു. ദേശം വിട്ടുവന്നു എങ്കിലും തങ്ങളുടെ തേവാരമൂർത്തിയായ മൂഴിക്കുളം തേവരെ പ്രാർത്ഥിക്കാനാകാതെ വന്നതിൽ പാഴൂർ മനക്കാർ ഏറെ ദുഃഖിച്ചു. ഇതിന് അവരൊരു ഉപായം കണ്ടെത്തി. മൂഴിക്കുളത്തെ തേവർ ആറാട്ടിന് പോകുന്ന സമയത്ത് വിഗ്രഹത്തിന്റെ ചൈതന്യം മുഴുവനും ആവാഹിച്ചു കൊണ്ടുപോകൽ പതിവുണ്ട്. ആവാഹിച്ചു കൊണ്ടുപോകുന്ന തേവരുടെ സാന്നിധ്യത്തെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരുവാനായാൽ മൂഴിക്കുളം തേവരെ എന്നും ആരാധിക്കാമല്ലോ എന്ന ചിന്ത പാഴൂർ മനയിൽ ഉള്ളവർക്ക് ഉണ്ടാവുകയും അതിനുവേണ്ടി അവർ ഒരു മൂസദിന്റെ സഹായമെടുക്കുകയും ചെയ്തു. മൂസദ് ഇതിനായുള്ള യാത്ര പുറപ്പെട്ടു. 41 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കി. ഇനിയൊരിക്കലും മൂഴിക്കുളം തേവരെ കാണാനാകില്ല എന്ന് വിഷമിച്ച പാഴൂർ ഇല്ലക്കാർ എല്ലാവരും ഒത്തുചേർന്ന് ഒരു സത്യപ്രതിജ്ഞ ചെയ്തു. മൂഴിക്കുളം തേവരെ ഇനി ആരാധിക്കില്ല എന്നുള്ളതായിരുന്നു ആ സത്യപ്രതിജ്ഞ. അവർ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേന്നാൾ മൂസദ് വിഗ്രഹവുമായി എത്തി. എന്നാൽ സത്യം ചെയ്തു പോയതുകൊണ്ട് ഇനി മൂഴിക്കുളം തേവരെ ആരാധിക്കാനാകില്ലല്ലോ എന്ന് വിഷമിച്ച പാഴൂർ ഇല്ലക്കാർ ആ സാന്നിധ്യത്തെ മൂസദിന് തന്നെ നൽകുകയുണ്ടായി. അങ്ങനെ മൂസദ് മുളക്കുളം ക്ഷേത്രത്തിൽ ആ സാന്നിധ്യത്തെ വെച്ചാരാധിക്കുവാനും തുടങ്ങി. ഇതാണ് മൂഴിക്കുളം ക്ഷേത്രവും മുളക്കുളം ക്ഷേത്രവുമായുള്ള ബന്ധം. മുളക്കുളം ക്ഷേത്രത്തിൽ എല്ലാ കർക്കിടകം 16-നും ഔഷധസേവ പതിവുണ്ട്. വീണ്ടും പിറവത്തേക്കെത്തി കോട്ടയം റോഡിലൂടെ സഞ്ചരിച്ചാൽ വഴിയിൽ തന്നെ ഒരു ഗംഭീര കവാടം കാണാനാണ്. ഈ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മാമലശ്ശേരി നെടുങ്ങ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി തിരിച്ച് ശ്രീരാമസന്നിധിയിലെത്തുമ്പോഴാണ്
കൃഷ്ണ കൃഷ്ണ